ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ ഒരു മുട്ടയുടെ കൂടെ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടലമാവാണ്. 4 ടേബിൾ സ്പൂൺ അളവിലുള്ള കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കടലമാവിന് പകരം നിങ്ങൾക്ക് മൈദാമാവിലോ ഗോതമ്പ് മാവിലോ അരിപ്പൊടിയിലോ ഏതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഓരോ മാവിൽ ചെയ്തെടുക്കുമ്പോഴും അതിൻ്റെതായ വ്യത്യസ്തമായിട്ടുള്ള രുചിയായിരിക്കും. കടലമാവിൽ ഭയങ്കര ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ടാണ് നന്നായിട്ട് അടിച്ചെടുക്കുന്നത്. ബീറ്റർ വെച്ചിട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ടോ ഇത് അടിച്ചെടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ പരുവം തെറ്റും. അതാണ് ഇത് ഓരോ ഘട്ടമായിട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ കടലമാവും 2 മുട്ടയായിട്ട് അടിച്ചെടുത്തു. പിന്നെ ഒരു 4 കോഴിമുട്ട ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക, എന്നാലേ നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ വിസ്ക് വെച്ചിട്ട് 1 മിനിറ്റ് നേരം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് വേണ്ടത് നേരത്തെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന ആ ഒരു മിക്സാണ്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടി അടിച്ചെടുക്കാം. ഒരു 15 സെക്കൻഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ അളവിൽ കടുകിട്ട് കൊടുത്തു. ചെറിയൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകമാണ്. ഇനി വേണ്ടത് ഒരു സബോള ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു 1/2 സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും ഒരു 1/4 സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടി ഒരു 3 ഉണക്കമുളകും ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പില, മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ തയ്യാറാക്കിയ ആ ഒരു മിക്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന മാത്രമുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകുന്ന രീതിയിൽ ഇത് അടച്ചു വെച്ചല്ല വേവിച്ചെടുക്കുന്നത്. ഒന്ന് മൂത്ത് വരുന്ന രീതിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോഴാണ് ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഒരു 3 മിനിറ്റ് നേരമൊക്കെ സമയമെടുത്തിട്ടുണ്ടാവും ഈ ഒരു രീതിയിലായി കിട്ടാനായിട്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു മിക്സിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഈ ഒരു പാൻ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു പാൻ മുഴുവനായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം. എന്നതിന് ശേഷം ഈ ഒരു മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം ഒട്ടിപ്പിടിക്കും. ഇനി ഇത് എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എന്നാലേ കറക്റ്റ് പരുവത്തിന് അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ദാ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് മുട്ടയായതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കില്ല, പെട്ടെന്ന് തന്നെ അത് ചുങ്ങിപ്പോവും. ഞാനിപ്പോൾ ഇവിടെ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇതാ പഞ്ഞ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു പലഹാരം റെഡിയായി കിട്ടി. ഇനി നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വലിപ്പത്തിൽ, ആകൃതിയിൽ, ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.